നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ BN ഭാസ്കർ ചേരുന്നുണ്ട്. എന്തായാലും വലിയൊരു ചരിത്ര വിജയമാണ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏറെ ദിവസങ്ങൾ നീണ്ടു നിന്ന വലിയൊരു പ്രക്ഷോഭം അതിനൊടുവിൽ ഇപ്പോൾ ഒരു വിജയം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. ഒരു ഭരണത്തെ ഒന്നാകെ മാറ്റിമറിക്കാൻ ഈ ഒരു പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞു എന്നതിന്റെ ഒരു വലിയൊരു തെളിവല്ലേ ഈ ഒരു രാജി? ഇന്ത്യയില് ഏറ്റവും ചരിത്ര മുഹൂർത്തങ്ങളിൽ ഒന്നായി ഇതിനെ അടയാളപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. പാർട്ടികളുടെ വിപ്ലവം ഒരു യുവാക്കൾ ആവശ്യപ്പെട്ട ആവശ്യകതയിലെ ഒന്നാമത്തെ ആവശ്യം അവർ സംസ്ഥാനത്തെ രാജ്യത്തെ ഏറ്റവും പരമപ്രധാനമായ ഫാസിസ്റ്റ് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനാവില്ല എന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ രാജി വാങ്ങി ആ രാജി അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 55 ദിവസമായി ഇന്ത്യയിലെ മുഴുവൻ യുവാക്കളും മറ്റിതര സാമൂഹ്യ ഘടനയിലുള്ള സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തുടർച്ചയായി ആവശ്യപ്പെടുകയും പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭങ്ങളടക്കം ഉണ്ടാവുകയും ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ യാതൊരു ഗത്യന്തരവുമില്ലാതെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുത്തേണ്ടതും ഇന്ത്യയുടെ ചരിത്രഗതിയിൽ മറ്റൊരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2014 അധികാരത്തിലെത്തിയ മോദി സർക്കാരിന് രാജ്യത്ത് നാളിതുവരെ നടപ്പിലാക്കിക്കൊണ്ടുവന്നിരുന്ന മുഴുവൻ വിദ്യാഭ്യാസ നയങ്ങൾക്കുമെതിരെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരം, ആ സമരം അതിന്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ ഏറ്റവും ശുഭകരമായിട്ടുള്ള തീരുമാനം വരും എന്നു തന്നെയായിരുന്നു രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നത്. സോനം വാങ്ചുക്കിനെ പോലുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള പാരിസ്ഥിതിക പ്രവർത്തകനടക്കം നിരാഹാരം കിടക്കുകയും നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു പറ്റം ചെറുപ്പക്കാർ ഈ സമരത്തെ ചെറുതായി കാണരുത്. ഒരുപക്ഷെ ഇന്ത്യയിലെ വിവിധ സമരങ്ങൾ നമുക്കറിയാം. പോസ്റ്റൽ തൊഴിലാളി യൂണിയനുകൾ ഒരു കാലഘട്ടത്തിൽ 68 ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള അതിശക്തമായ സമരമുണ്ട്. 22 രക്തസാക്ഷികളായിരുന്നു ആ സമരത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് നടന്നിട്ടുള്ള ഇന്ത്യയിലെ റെയിൽവേ സമരം, ആ റെയിൽവേ സമരം 1974 ഇന്ത്യ ഒട്ടാകെ നടന്നിട്ടുള്ള റെയിൽവേ സമരം. അതുപോലെ ഇന്ത്യയിൽ എടുത്തു പറയാൻ കഴിയുന്ന മറ്റൊരു സമരമായിരുന്നു ബോംബെയിൽ നടന്നിട്ടുള്ള കർഷകരുടെ ലോങ് മാർച്ച്, അതുപോലെ ദില്ലിയിൽ നടന്നിട്ടുള്ള കർഷക സമരം. ഈ സമരങ്ങൾക്കൊക്കെ തന്നെ അവസാനിപ്പിക്കുന്നതിന് മറ്റിതര മാർഗങ്ങളില്ലാതെ അവസാനിപ്പിക്കേണ്ടിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് അതിനു വ്യത്യസ്തമായി തങ്ങൾ ഉന്നയിച്ച ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന ആവശ്യം വാങ്ങിയെടുക്കുന്നതിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർ വിജയിച്ചിരിക്കുന്നു. അത് വലിയ പ്രത്യാശാ നിർഭരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യയുടെ ചെറുപ്പക്കാരിൽ ഞങ്ങൾ ഭാവി കാണുന്നു, ഇന്ത്യയുടെ ഭാവി ഇന്ത്യയിലെ ചെറുപ്പക്കാരിൽ കാണുന്നു. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടും എന്നതാണ് ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനാവുക. അതെ, അതുതന്നെയാണ്. എന്തായാലും വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. ചരിത്ര വിജയമാണ് ജൻസികൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ രാജ്യം പുതിയ തലമുറയുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നന്ദിയുണ്ട് BN ഭാസ്കർ നമുക്കൊപ്പം ചേർന്നത്. രാഷ്ട്രീയ പ്രവർത്തകൻ BN ഭാസ്കറാണ് നമുക്കൊപ്പം ചേർന്നത്. ബിനോയിലേക്ക് തന്നെ പോവുകയാണ്. ബിനോയ്, എന്തായാലും ചരിത്ര വിജയം തന്നെയാണ്. ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധ സമരം, നിരാഹാര സമരം, ഏറെ നാൾ നീണ്ടുനിന്ന വലിയൊരു സമരത്തിനൊടുവിലാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ജൻസികളുടെ കയ്യിൽ ഈ ഒരു നമ്മുടെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യം സുരക്ഷിതമാണ് തന്നെ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു രാജ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.